ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂ ആയിട്ട് വരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ പാർട്ട് 2 കാണാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ആ ഷോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ തന്നെ മോനെ കരഞ്ഞ് അവന് ഉറക്കം വരുന്നതുകൊണ്ട് പെട്ടെന്ന് കരഞ്ഞ് അങ്ങനെ ഉറങ്ങി. അതിനിടയിൽ സെല്ല അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക കേട്ടോ. അവൾക്ക് ഈ ഒരു ഡ്രസ്സ് വേണം എന്നാണ്. പക്ഷേ 2 ഡ്രസ്സുണ്ട്. അതിൽ ഒന്ന് അവൾക്ക് ടൈറ്റാണ്, ഒന്ന് അവൾക്ക് ഭയങ്കര ലൂസുമാണ്. അപ്പം അങ്ങനെ അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞാൻ ഉറങ്ങിയിട്ട് അവൾക്ക് കൊടുത്തു കുട്ടീന്. ഞങ്ങൾ പെട്ടെന്ന് ഓടി വന്നതിൽ ഓൻ ഉണരുകയും ചെയ്ത്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കുട എടുക്കാതെ ഇറങ്ങിയത്. മോന് പെട്ടെന്ന് പോകാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കുടയൊക്കെ മേടിക്കേണ്ടി വന്നു. ഇപ്പം മഴക്കാലമല്ലേ, വീട്ടിൽ അങ്ങനെ ഇപ്പോൾ സ്കൂൾക്ക് പോകുന്നത് മക്കളുടെ അടുത്തും അല്ലാണ്ട് വേറെ അടുത്ത് അങ്ങനെ കുടയൊന്നും യൂസ് ആക്കുന്നില്ല. അപ്പം ഞാൻ മേടിക്കുമ്പം എല്ലാവർക്കും യൂസ് ആക്കാനും പറ്റുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ മേടിച്ചത്. എന്തായാലും മോന് കൂടെ ഉള്ളതുകൊണ്ടും മഴയും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കുടയും മേടിച്ച് കുട്ടിയും ഓലായിട്ട് അങ്ങനെ പോയിക്കോട്ടെ എന്ന് കരുതി കുടയിലും. അപ്പം ഞാൻ ഈ ചെരുപ്പൊക്കെ കാണിച്ചത് എന്താ പറയുക, എനിക്ക് ഇതുപോലത്തെ ലംഘന ചെരുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മേടിച്ചാൽ ഞാൻ ഇടൂല. ആ ഫസ്റ്റ് കാണുന്ന ആ തൊരയില്ലേ, ആ തൊരയെ കാണത്തുള്ളൂ. പിന്നെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒരു തവണയൊക്കെ ആ ഒരു ഇഷ്ടത്തോടെ അങ്ങ് ഇട്ടെന്ന് വരും. പിന്നെ ആ ഭാഗത്തോട്ട് നോക്കില്ല, അത് എടുത്ത് വയ്ക്കില്ല. അങ്ങനെ ഒരു ടൈപ്പ്. അത് കഴിഞ്ഞത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഹോട്ടലിൽ പോയി. മോൾക്ക് സെല്ലക്കാണെങ്കിലും നല്ല വിശക്കുന്നുണ്ട്. ഓളാണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതുള്ളൂ. 10:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ സൂംബ കഴിഞ്ഞത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ ഓൾ വന്നത്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ലായിരുന്നു. പിന്നെ ഷോപ്പിൽ ആ ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു 2:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരെ ഫുഡ് കഴിക്കാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. മോളാണെങ്കിലും ഓളോട് ഞങ്ങളിപ്പോൾ വാങ്ങിത്തരാം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഫുഡ് ചിമ്പായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ എനിക്ക് ഫുഡിൻ്റെ റെസ്ട്രിക്ഷനൊന്നുമില്ല. ജസ്റ്റ് മധുരം ഒഴിവാക്കുക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറൊരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ മോന് ഭയങ്കര കാര്യങ്ങളേന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പീനട്ടിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ച് ഓൻ്റെ കൈ കൊടുത്ത് അങ്ങനെ അതിനായിട്ടുള്ള കളിയുന്നു കേട്ടോ. അതുമായിട്ടുള്ള ബലം കൊടുത്തിന് എനിക്ക്. പിന്നെ അതൊക്കെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഓരോ സാധനം നമ്മൾ കൊടുക്കുന്ന ഓരോ സാധനങ്ങളും ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ കൈ വെക്കുള്ളൂ. ഒരു 3, 4, 5 മിനിറ്റൊക്കെ കൈ വെക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ളൊരു ക്യൂരിയോസ് അവർക്ക് പോവും. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്ത സാധനം അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ പിന്നെ അതിനോട് കുറച്ച് നേരം കൂടി നിന്നോളാം. അതേമാതിരി അപ്രതീക്ഷിതമായിട്ട് ഒരു വിചാരിക്കാത്ത സംഭവങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ വണ്ടറാവും, ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ചിന്തിക്കാത്ത എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ. ഇവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഓനക്കുണ്ട്. ഓനെ ഫസ്റ്റ് ടൈം ഓൻ്റെ ഉപ്പ കാണാൻ വന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നും ഓൻ കളിക്കലില്ല. ഒരു സാധനവും ഭയങ്കര കളർഫുള്ളായിട്ട് ഓൽക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഓല് കളിക്കില്ല. നേരെ ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പി അല്ലെങ്കിൽ പെപ്സിൻ്റെ 7up-ൻ്റെ കുപ്പികൾ, നമ്മൾ മയോണൈസ് കാര്യങ്ങൾ വാങ്ങുമ്പോൾ ചെറിയൊരു കുപ്പി ഒരു പാട്ട കിട്ടില്ലേ, അത് അങ്ങനത്തെയൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം. അത് വെച്ചിട്ടൊക്കെയാണ് ഓൻ കളിക്കുക. വേറെ എന്ത് കളിപ്പാട്ടം നമ്മൾ വാങ്ങിയാലും അത് കളിക്കില്ല. അതുകൊണ്ട് പിന്നെ അത് മേടിക്കലുമില്ല. അങ്ങനെ സംസാരിച്ചിരുന്നത് മന്തി വന്നിട്ടുണ്ട്. എനിക്കും താത്താക്കും പെരി അൽഫാമാട്ടോ മേടിച്ചത്. മോൾക്ക് എരിവായതുകൊണ്ട് മോൾക്ക് നോർമൽ അൽഫാമും മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഓടി 2 കഴിച്ച് കഴിയുന്നവരെ മോനെ ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഓന് ഫുഡൊക്കെ എടുത്ത് വാട്ടി വലിച്ച് അങ്ങ് ഇതാക്കും.
അതുകൊണ്ട് ഞാൻ അതുവരെ എടുത്തുകൊണ്ട് നിൽക്കില്ല. അതിക്കൊക്കെ ചാടാനൊക്കെ നോക്കുന്നുണ്ട്, പിടിച്ചു വലിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഒരു കഴിച്ച് കഴിഞ്ഞാരെയാണ് ഞാൻ കഴിച്ച് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവന് ഞാൻ കഴിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ഓനക്ക് കൊടുക്കലുണ്ട് കേട്ടോ. ചിക്കനും ബീഫും അങ്ങനത്തെ ഒന്നും അല്ലാത്ത ബാക്കി എന്ത് ഞാൻ കൊടുക്കും. പിന്നെ അവിടുന്ന് ബില്ലടിക്കാൻ നേരത്ത് കണ്ടതാട്ടോ ഈ ഒരു ഹലുവ. ഇത് കുനാഫ ഹലുവയാണ്. ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടതാട്ടോ. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഹലുവ ഞാൻ കണ്ടില്ല. അപ്പോൾ അതൊന്ന് മേടിച്ചത് നോക്കിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മേടിച്ച ഡ്രസ്സിന് ഒരു ഷാള് വേണം. അപ്പോൾ അതിനായിട്ട് വന്നതിന് അപ്പോഴേക്ക് കാക്ക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാതിലടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നു. അങ്ങനെ ഷാള് നോക്കലാണ്. എപ്പോഴും ചുറ്റി ഇടുന്ന ഒരാളൊന്നുമല്ല കേട്ടോ ഞാൻ. എപ്പോഴും ഒരിക്കൽ ചുറ്റി ഇടും, അത്രയേ ഉള്ളൂ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇക്ക പറയുന്ന സമയത്ത് ഇക്ക നാട്ടിലുണ്ടാകുമ്പോൾ ഇക്കാൻ്റെ കൂടെ പോകുമ്പം ഞാൻ അങ്ങനെ ചുറ്റിയിടാൻ നോക്കലുണ്ട്. പിന്നെ എനിക്ക് കുഴഞ്ഞ ടൈപ്പ് ഈ ഒരു ടൈപ്പ് ഷാളില്ലേ, അതാണ് ഞാൻ എടുക്കൽ. അപ്പം ഇനി വീട്ടിൽ മാക്സിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും പുറത്ത് പോകുമ്പോഴും ഒക്കെ ഈ ഒരു ടൈപ്പ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ടൈപ്പ് ഷാളാണ് ഇടൽ. പിന്നെ ഞാൻ നോക്കി ഈ ഒരു ബ്രൗൺ കളറിലുള്ളതാണ്. അപ്പോൾ കുഴഞ്ഞത് പുറത്ത് കണ്ടില്ല, അപ്പോൾ ഉള്ളിൽ നിന്ന് എനിക്കെടുത്ത് തന്നതാണ്. ഈ ഒരു കളർ ഡ്രസ്സ് ഈ ഒരു കളർ ഷാളാണ് ഞാൻ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞാൽ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാക്ക ഫീഡിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ല ടോപ്പ് 3-4 ടോപ്പ് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അത് കാണിച്ചു തരാം കേട്ടോ. ഇതിന് സിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫീഡ് ചെയ്യുന്ന മദേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടോ. ഞാൻ ഇതെടുത്തിട്ടില്ല. ഞാൻ സാധാരണ ഇവിടെ ഞാൻ ആദ്യം കയറി നോക്കില്ല. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി മോഡേൺ ഡ്രസ്സ് ഇടാലോ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു വാവാസൂട്ട് മേടിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത്. ഇവിടെ ഒന്നും അതൊന്നും ഉണ്ടാവില്ല. ഇതുപോലത്തെ നോർമൽ ചുരിദാർ അങ്ങനത്തതൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് നോക്കിയാൽ 2-3 കളർ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് 3ാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്യുകയാണ്. രാവിലെ തന്നെ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഓനെ എണീറ്റതാണ്. പിന്നെ ഓൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് ഞാൻ പോവാമെന്ന് ഓനക്ക് മനസ്സിലാക്കില്ല. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് നിന്ന് വല്ലാണ്ട് മാറുന്നില്ലേന്. ഓരോന്ന് സോപ്പിട്ട് കളിച്ച് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ ജിമ്മും കാര്യങ്ങളൊന്നും കാണിച്ചില്ല. കാരണം എപ്പോഴും അതന്നെ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ. അത് കഴിഞ്ഞ് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങൾ ഈ പ്ലം കണ്ടത്. ഇപ്പോൾ വീട്ടിൽ ഫുൾ പ്ലമ്മിൻ്റെ തല്ലാണ് കേട്ടോ. എല്ലായിടത്തും പ്ലമ്മാണ്. പക്ഷേ കഴിച്ച് ആര് വന്നാലും കൊണ്ടുവരും. ഇപ്പം ഞാനും ജിമ്മ് കഴിഞ്ഞ് ഞാൻ ആദ്യം വീട്ടിൽ പോവുക. കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ടേ ബേബി വീട്ടിൽ വരുള്ളൂ. അപ്പോൾ ഓളും വാങ്ങും. പിന്നെ കഴിഞ്ഞ് ഉപ്പ വാങ്ങുന്നുണ്ടെങ്കിലും അതൊന്നും വെറുതെ ആവത്തില്ല കേട്ടോ, കഴിക്കും അത്. അന്ന് തന്നെ പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും താത്താൻ്റെ പൂവിൻ്റെ കുട്ടിക്ക് മൂത്തവന് ഭയങ്കര പനി. ഓൾക്ക് 2 കുട്ടികളായിരുന്നു. 1ാമത്താണിത്. ഇന്നലെ കണ്ട ഇതല്ല ഓളുടെ 2ാമത്തെ. ഇവന് നല്ല പനിയായിരുന്നു. അപ്പോൾ ഓനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന്. ഇപ്പം മഴക്കാലത്തൊക്കെ കുട്ടികളോട് എത്ര കളിക്കാൻ പോയത് പറഞ്ഞാലും ഓര് കേൾക്കില്ല കേട്ടോ. ഓർക്ക് കളിയാണ് മുമ്പിൽ. കളിച്ച് പഞ്ച് കിടക്കുമ്പോഴേ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുള്ളൂ. ഇവനോടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിന് കളിക്കാൻ പോവല്ലേ എന്നുള്ളത്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ പോയി പിറ്റേന്ന് പഞ്ച് കിടക്കുന്നുണ്ടായിന്. നല്ല കിടത്തേനു. ഓന് എണീറ്റിട്ട് ഫുഡ് കഴിക്കുക ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നീനു. അതിൽ എൻ്റെ ഷെസുദ ഓരോ കളികളും ഓരോന്ന് നോക്കും. അവിടെയുള്ള ആളോട് ഇനിയിപ്പോൾ നമ്മൾ അറിയാത്ത ആളാണെന്നുണ്ടെങ്കിലും ചുറ്റുമുള്ളവരോടൊക്കെ ഓൻ്റെ ഭാഷയിൽ ഓരോന്നൊക്കെ സംസാരിക്കും. പിന്നെ എടുക്കാൻ പറയും, എടുത്തോ പറയും. അങ്ങനെ ഓൻ്റെ ഭാഷയുള്ള രീതിയിൽ കേട്ടോ. അല്ലാണ്ട് കറക്റ്റ് പറയാനൊന്നും അറിയില്ല. ഓനെടുക്കണം. ആരാണോ ഓനക്ക് ചിരിച്ചു കൊടുക്കുന്നത്, ഇനിയിപ്പോൾ അറിയാത്ത ആരെങ്കിലും കുട്ടികളൊക്കെ ആകുമ്പോൾ ഒന്ന് ചിരിച്ചു കൊടുക്കൂലേ, അപ്പോൾ ഓല് എടുക്കണം ഓനെ. അതാണ് ഇവനെ പുറത്ത് കൊണ്ടുപോയ ആളുടെ മെയിൻ പ്രശ്നം. ഇതാണ് ആൾ കേട്ടോ. താത്താൻ്റെ മോനാണ്. മനു എന്നാട്ടോ വിളിക്കുക. അപ്പം ഓന് ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആകെ ക്ഷീണിച്ച് പനിച്ച് ആകെ ഇല്ലാണ്ടായി നിൽക്കുകയാണ്.
അങ്ങനെ കാണിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതേക്കും